I'd also like to remind you about the exciting. ഇനി കാര്യങ്ങൾ നമുക്ക് നല്ല പച്ച മലയാളത്തിൽ കേൾക്കാം. അപ്പോൾ ഈ കാണുന്നത് ഓസ്ട്രേലിയൻ ഡേ സെലിബ്രേഷനാണ്. ജാനുവരി 26 നാട്ടിൽ നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന പോലെ ഇവിടെ ഓസ്ട്രേലിയയിലെ നാഷണൽ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലാണ് കേട്ടോ ഈ സെലിബ്രേഷൻസ് നടക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം തന്നെ അവിടെ കുട്ടികൾക്കായിട്ടുള്ളൊരു നല്ല പ്ലേ ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റിസൺഷിപ്പ് സെറിമണീസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വിൻറ്റേജ് കാറുകളുടെ ഒരു ഷോയാണ് കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല വെറൈറ്റി മോഡൽസ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാറുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കാണാം കേട്ടോ. കുഞ്ഞുണ്ണിക്കും ചേട്ടായിക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ മോനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഓരോ കാറും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ റൈഡ് ചെയ്തൊക്കെ കാണിക്കുന്ന ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഇത്രയും പഴക്കമുള്ള വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്. പലതും വളരെ കളർഫുള്ളായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ വിൻറ്റേജ് ഷോസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഓസ്ട്രേലിയൻ ഡേ പ്രമാണിച്ച് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്, കൗൺസിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഇവൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ട് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാറാണ് പതിവ്. ഓസ്ട്രേലിയൻ ഡേ സെലിബ്രേഷൻസ് അവസാനിക്കുന്നത് ഈ ഫയർ വർക്ക്സോട് കൂടിയാണ് കേട്ടോ. ഇതും നമ്മുടെ ക്യൂൻബേൺ പാർക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ ജനുവരി 26 വിശേഷങ്ങൾ ഇവിടെ കഴിയുകയായി. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ടുഗദർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.